ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചാനൽ മോണിയായി കഴിയുമ്പോൾ മോണിറ്റൈസേഷന് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ റീയൂസ്ഡ് അടിച്ച് റിജക്റ്റ് ചെയ്യാറുണ്ട് യൂട്യൂബ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചെറിയ വളരെ റെയറായിട്ട് റീയൂസ്ഡ് വരാനുള്ള സാധ്യതകൾ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അറിയാൻ പറ്റില്ല. കോപ്പിറൈറ്റ് ആണെങ്കിൽ അത് കാണിക്കും യൂട്യൂബിൽ. പക്ഷേ ഇത് നമ്മൾ തന്നെ ഊഹിച്ച് ഇതായിരിക്കാം എന്ന് നമ്മൾ തന്നെ അതിൻ്റെ കാരണങ്ങൾ വെച്ചിട്ട് നമ്മൾ തന്നെ അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ ആവാതെ നമുക്ക് സാവധാനം, നമ്മൾ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു പണിയാണ്. അത് കുത്തി ഇരുന്ന് നോക്കി കണ്ടുപിടിച്ച് എന്താണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരേ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ 2 പ്രാവശ്യം അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരേ വീഡിയോ തന്നെ അറിയാതെ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു, അതിൻ്റെ അതേ വീഡിയോ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ ചാനലിൽ രണ്ടാമത് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റീയൂസ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ 2 ചാനലുണ്ടെന്ന് വെച്ചോ. നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും ചാനലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ 2 ചാനലുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അത് എഡിറ്റിംഗ് ആപ്പിൽ ഇടാതെ ഗാലറിയിൽ നിന്നും, ഇപ്പോൾ വേറൊരു ഫോണിലാണ് ആ ചാനലെങ്കിൽ കൂടി നമ്മൾ ആ ഫോണിലോട്ട് ഷെയർ ചെയ്തിട്ട് ഡയറക്റ്റ് ഗാലറിയിൽ നിന്ന് അതിൽ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചോ. ആദ്യം ആ സെക്കൻഡ് ചാനലിൽ അത് അപ്ലോഡായി, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് റീയൂസ്ഡ് അടിക്കും. കാരണം അത് ഓൾറെഡി ആ ചാനലിൽ അപ്ലോഡ് ആയി, സെയിം വീഡിയോ നമ്മുടെ ഫോണിലെടുത്ത വീഡിയോ ആയിട്ടും കൂടി റീയൂസ്ഡ് അടിച്ച് വരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതൊരു വലിയ റീസണാണ്. പലരും അത് അറിയാതെ മിസ്റ്റേക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കാം. ആദ്യം അപ്ലോഡ് ആയത് ഏത് ഫോണിലാണ്, ഏത് ചാനലിലാണെന്നൊക്കെ കണ്ടുപിടിക്കൽ റിസ്ക് ആയിരിക്കും. അപ്പോൾ ഏകദേശം 2 പ്രാവശ്യം വന്നിട്ടുള്ള വീഡിയോ നമ്മൾ റിമൂവ് ചെയ്തിട്ട് കൊടുക്കുക, അതേ ഒരു വഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നമുക്ക് 2 ചാനലിൽ ഒരേപോലത്തെ വീഡിയോ ഒക്കെ ഇടാം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു എഡിറ്റിംഗ് ആപ്പിൽ ഇട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് എടുത്തിടാവുള്ളൂ. ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഇടുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ നമുക്ക് എഡിറ്റിംഗ് ആപ്പിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ഇടാവുന്നതാണ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ റീയൂസ്ഡ് അടിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെടുത്ത വീഡിയോയിലോ എവിടെയെങ്കിലും ഷോർട്സിലോ എവിടെയെങ്കിലും യൂട്യൂബിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും മ്യൂസിക്, ചിലപ്പോൾ നമ്മളറിയാതെ ഇടയ്ക്ക് എവിടെയെങ്കിലും കേട്ട ഒരു മ്യൂസിക് ആയിരിക്കും എവിടെയെങ്കിലും, അത് ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് കാണിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചില മ്യൂസിക്കുകൾ കോപ്പിറൈറ്റ് കാണിക്കില്ല, പക്ഷേ ഇത് റീയൂസ്ഡ് അടിക്കും. അങ്ങനെ ഉണ്ട്. പിന്നെ വേറൊരു റീയൂസ്ഡിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീഡിയോയിൽ ഉപയോഗിച്ച പിക്ചറിന് റീയൂസ്ഡ് അടിക്കാറുണ്ട്. അത് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ പിക്ചർ എടുക്കും. ഞാനുമൊക്കെ എടുക്കാറുണ്ട്, ഫോട്ടോസ് എടുക്കാറുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ ചില സൈറ്റുകൾക്ക് നല്ല രീതിയിൽ ഇതുണ്ട്, റീയൂസ്ഡ് ഉണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ഉണ്ട്. ഓരോ സൈറ്റുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ വേണം. അതിന് യാതൊരു വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഡൗട്ട് തോന്നുന്നതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഓരോ ദിവസമായിട്ട് എല്ലാം ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇടയ്ക്കിടയ്ക്കായിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ചിലർ പറയും ഡിലീറ്റ് ചെയ്താലും ചാനൽ ഡൗൺ ആണ്. ഡിലീറ്റ് ചെയ്താലും ചാനൽ ഡൗൺ ആണ്. ആ ഡിലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഡിലീറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടും പ്രയോജനമില്ല. മോണിറ്റൈസേഷൻ വീണ്ടും റിജക്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടും പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മളിത് അപ്ലോഡ് ആക്കുന്ന സമയത്ത്, ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഏകദേശം ഒന്ന് അറിഞ്ഞിട്ട് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാകും. റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആവർത്തിച്ച് അത് റിപ്പീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തരത്തില്ല. യൂട്യൂബിൽ നിന്ന് അത് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് തവണ. അപ്പോൾ നമ്മൾ ഈ റീയൂസ്ഡ് വളരെ റിപ്പീറ്റ് കണ്ടൻറ്റും ഒക്കെ അങ്ങനെ വരുന്നതാണ്. ഈ ഫോട്ടോസ് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ചില സൈറ്റുകൾക്ക് സ്ട്രൈക്ക് വരെ കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൂഗിളിൽ നിന്നാണെങ്കിലും നമ്മൾ എടുക്കുന്നത്, നമ്മൾ മാക്സിമം എഡിറ്റ് ചെയ്ത് തന്നെ ഇടുന്നത്. പക്ഷേ അത് എവിടെയോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ച ഫോട്ടോയാണ് അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില സൈറ്റുകൾ റീയൂസ്ഡ് അടിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ എടുക്കാതിരിക്കുകയാണ് സേഫ്.
ഞാൻ എടുക്കുന്ന സൈറ്റ് വേറെയാണ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അത് റിസ്ക് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ എടുക്കുന്ന സൈറ്റിൽ എനിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ എഡിറ്റിംഗ് ആപ്പിൻ്റെ അകത്തുനിന്നുള്ള പിക്ചേഴ്സ്, ഈ ഫ്ലവേഴ്സിൻ്റെ പിക്ചറൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇടാനായിട്ട് എടുക്കുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പിൽ നിന്ന് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഉപയോഗിക്കാറുണ്ട്. അതിന് പ്രശ്നമില്ല കേട്ടോ. അതപ്പോൾ എങ്ങും അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. റീയൂസ്ഡ് ആയിട്ടുള്ളൊരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക മലനിരകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എഡിറ്റിംഗ് ആപ്പ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു എഡിറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഇടുന്ന എഡിറ്റിംഗ് ആപ്പ് ആണ് എൻ്റേത്. അപ്പോൾ അതിൽ നിന്നുള്ള പിക്ചേഴ്സ് മാത്രം നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോസ് ആവും. പിന്നെ അത് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് റീയൂസ്ഡ് വരാതെ നോക്കാം. പിന്നെ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയാലും കൂടി അതുവരെ കട്ടായി പോകുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ ടി വിയിൽ കാണുന്നുണ്ടല്ലോ, ടി വിയിൽ കാണുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് പിടിച്ചിടാതിരിക്കുക. ക്രിക്കറ്റ് കളി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്താണെങ്കിലും അത് ടി വിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടാണെങ്കിലും അതൊന്നും ഇടാതിരിക്കുന്നതാണ് സേഫ്. സ്ട്രൈക്ക് കിട്ടാനും സാധ്യതയുണ്ട്. മോണിറ്റൈസേഷൻ കൊടുക്കുമ്പോഴൊക്കെ അത് റിജക്റ്റ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മൾ ലൈവ് ഇടുന്നു, അപ്പോൾ അത് ആ ടി വിയിൽ അടിപൊളി ഒരു പാട്ട്, അപ്പോൾ നമ്മൾ അത് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടി വാച്ച് അവർ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ആ പാട്ട് കേൾപ്പിച്ചുകൊണ്ട് ടി വിയിൽ അത് ഫോക്കസ് ചെയ്ത് വെച്ച് പാട്ട് കേൾപ്പിച്ചുകൊണ്ട് പിന്നീട് അത് എന്താ മ്യൂട്ടാക്കി കളയാന്നുള്ളൊരു ധാരണയെ വേണ്ട. അത് സ്ട്രൈക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പോളിസി വയലേഷനാണ്. അതിന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വയലേഷൻ മെസ്സേജ് വരുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ടി വിയിൽ സൗണ്ട് ഇടയ്ക്ക് ഈ കാർട്ടൂണിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഓവറായിട്ട് ഈ പാട്ടും കാര്യങ്ങളും ഒന്നും കേൾപ്പിക്കാതിരിക്കുക. അതൊക്കെ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റീയൂസ്ഡ് അടിച്ച് കിട്ടാനുള്ള കാര്യങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് അരിച്ച് പെറുക്കി നോക്കുക. അതൊക്കെ പതിയെ 1-2 വെച്ചൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങ് കൊടുക്കുക. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫലമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.